നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ തൃശ്ശൂർക്കാരനാണ്. സെൻറ് തോമസിലാണ് 1ാം ക്ലാസ് തൊട്ട് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂരിലെ എല്ലാ ടൗണിലെ ആളുകളുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ള ഒരാളാണ്. ഞാനത് പറഞ്ഞത് വളരെ കഷ്ടപ്പാടുള്ളൊരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. വിശപ്പും വസ്ത്രത്തിനുള്ള ക്ഷാമവും സൗകര്യങ്ങൾക്കുള്ള പരിമിതിയൊക്കെയുള്ള ഒരു കുടുംബത്തിൽ, സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. ഫീസ് കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് സ്കോളർഷിപ്പ് വഴി പഠിക്കാൻ അങ്ങനെയൊക്കെ. ഞാനത് പറയുന്നതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൻ്റെ മൂലക്കല്ല് ഞാൻ നടത്തിയ കഷ്ടപ്പാടുകളുടെ, അല്ലെങ്കിൽ കുടുംബത്തിലൂടെ എൻ്റെ വീട്ടിൽ ഞാൻ നടത്തിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ്. അതുകൊണ്ട് വിശക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം, വസ്ത്രമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ സ്ട്രെങ്ത്ത് അക്കാഡമിക് ലാബല്ല, ലൈഫ് ലാബാണ്. എന്നെ ഞാനാക്കിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടുന്നവരെയും സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരെയും ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുന്നവരെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഞാനായിരിക്കണം വേറോനിക്കാട് വെള്ളശീല, ഞാനായിരിക്കണം നല്ല സമ്പ്രദായക്കാരൻ. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട്, ഒരു മനുഷ്യനെയും സഭ കഷ്ടപ്പെടുത്താൻ പാടില്ല. കഷ്ടപ്പാടുള്ള മനുഷ്യൻ്റെ കൂടെ സഭ എന്നും ഉണ്ടാകണം. ഞാൻ അച്ഛന്മാരോടൊക്കെ പറയാറുണ്ട്, അവരൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോൾ വി ആർ നോട്ട് ഇൻ എ ബ്യൂറോക്രാറ്റിക് വേ. നമ്മളെ വിളിച്ചത് ഇടയനാണ്, ഷെപ്പേർഡ്, മുറിവേറ്റതിനെ തോളിലേറ്റ്. അതുകൊണ്ട് ഒരു മനുഷ്യനെയും ജീവിതത്തിൽ സഭ കഷ്ടപ്പെടുത്താത്ത ഒരു സഭ, കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് എളുപ്പമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സഭയെക്കുറിച്ചാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഭയുടെ ഒരു വലിയ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, നമ്മുടെ കൂട്ടായ്മ പണ്ട് വളരെ ശക്തമായിരുന്നു. ഇന്നൊക്കെ നമ്മൾ ഒറ്റക്കലം പുഴുങ്ങുന്നവരാണ്. അങ്ങനെ ഒറ്റക്കലം പുഴുങ്ങാന്ന് വച്ച തൃശ്ശൂർ ശൈലിയുടെ അർത്ഥം അപ്പനാണ്. സ്വന്തം കോതമംഗലത്തിൻ്റെ കാര്യം, കാഞ്ഞിരപ്പള്ളിയുടെ കാര്യം, പാലക്കാരുടെ കാര്യം, അതിൽ നിന്ന് വിട്ട് നമുക്ക് വളരണം. ഈ രൂപതകൾ തമ്മിൽ, സന്യാസമൂഹങ്ങൾ തമ്മിൽ, നമ്മുടെ അൽമായര് തമ്മിൽ, നമ്മുടെ കുടുംബങ്ങളൊക്കെ തമ്മിൽ ഒരു പാലം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു പാലമില്ലാത്തതിൻ്റെ ഒരുപാട് പരിണത ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനുമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമുദായത്തിൻ്റെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് ആർഭാടങ്ങളോടും ആഘോഷങ്ങളോടും അന്ധമായ ഭ്രാന്തുള്ള ഒരു സമുദായമാണ് നമ്മുടേത്. അത് കല്യാണം തുടങ്ങി, പട്ടം തുടങ്ങി, മെത്രാഭിഷേകം തുടങ്ങി, എല്ലാം. ഞാൻ തിരഞ്ഞെടുത്തത് ഒരു വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയുടെ അപ്രൂവൽ കിട്ടിയത്. ശനിയാഴ്ച ആ മൗണ്ട് സെൻറ് തോമസിൽ ഒരു പന്തലൂടാതെ എല്ലാ പിതാക്കന്മാരും പറഞ്ഞു, പിതാവേ അത് ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല. ഒരു പന്തലിടാൻ 15 ലക്ഷം രൂപ വേണം. ഇത് പാവങ്ങളുടെ കണ്ണുനീരാണ്. എൻ്റെ വീട്ടിൽ നിന്ന് 15 ആളെ അനുവദിച്ചുള്ളൂ, മതി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ സമുദായം മുടിഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്തമില്ലാത്ത ആഘോഷങ്ങൾ നമ്മൾ, മാമോദീസയാണെങ്കിലും ആദ്യ കുർബാനയാണെങ്കിലും കല്യാണമാണെങ്കിലും പെരുന്നാളാണെങ്കിലും, ഇതൊന്നും ഞാനും ഒരു 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 സോഷ്യൽ സെൻസ് ഇല്ലാതെ സംസാരിക്കും നിങ്ങൾ വിചാരിക്കും. ഇതൊക്കെ വേണം, ചെണ്ടയും വാദ്യങ്ങളൊക്കെ വേണം, ഇതൊന്നും വേണ്ടെന്ന് പറയുകയില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും വരവും ചെലവും തമ്മിൽ പൊരുത്തമില്ലാത്ത എക്സ്പെൻഡിച്ചറാണ്.
ഞാൻ ചമ്മാച്ചന്മാർക്ക് പട്ടം കൊടുക്കുന്ന സമയത്ത് അവരോട് പറയാറുണ്ട്, നിന്റെ ചാച്ചൻ റബ്ബർ വെട്ടി മുതുക് തല്ലി പണിയെടുത്തിട്ട് നിന്റെ പട്ടം നടക്കാൻ ബാങ്കിൽ നിന്ന് കാശ് ലോൺ എടുക്കുന്നതിന് നീ ഇടവരുത്തിയാലേ നീ പിന്നെ സ്വർഗത്തിലൊന്നും പോവില്ല, ചാച്ചൻ സ്വർഗത്തിൽ പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായം ചെയ്യേണ്ട ഒരു കാര്യം. അവസാനമായിട്ട് ഞാൻ കുഞ്ഞെ ഒരു അനുഭവം, നമ്മുടെ സമുദായത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ചിന്ത. ഞാൻ ഒരിക്കലും തൃശ്ശൂരിൽ ഏതൊരു പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു വല്യച്ഛൻ അവിടെ നിൽക്കുന്ന വല്യച്ഛന് ഒരു 70 വയസ്സിൻ്റെ മുകളിലുണ്ട്. ശാന്ത മിഷനിൽ പെട്ടൊരു അച്ഛനാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഒരു പള്ളി പണിയുന്നുണ്ട്. അച്ഛൻ അവധിക്ക് വന്നപ്പോൾ തൃശ്ശൂർ രൂപതയിലെ പല പള്ളികളിലും കയറിയപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, ഇവിടെ സിമിത്തേരി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ മുറ്റം ടൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പള്ളി തേച്ചുകൊണ്ടിരിക്കുകയാണ്, പള്ളിമുറിയിൽ കുറച്ചുകൂടെ സൗകര്യങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നടക്കണ കാര്യമല്ല എന്ന് പറഞ്ഞ് എല്ലാവരും പിരിച്ചു വിട്ടു. ഈ അച്ഛൻ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛൻ ആ ഒരു കപ്പ് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, പിതാവ് എനിക്ക് കാപ്പിയൊന്നും വേണ്ട, എനിക്ക് ഈ പള്ളികളിലൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് പറഞ്ഞ് തരണ്ട പിതാവേ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു കാപ്പി കുടിക്കുക. ഞാൻ കാപ്പിയൊക്കെ കൊടുത്തിട്ട് അച്ഛനോട് പറഞ്ഞു, ഞാനൊരു 10 പള്ളിയിലേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, അച്ഛൻ അവിടെ പോയിട്ട് കാശി ചോദിക്കരുത്, അച്ഛൻ്റെ സങ്കടം പറഞ്ഞാൽ മതി, തൃശ്ശൂർക്കാരത്ര മോശമൊന്നുമല്ല. അച്ഛൻ പോയ ശേഷം ഞാൻ ഈ പള്ളികളിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചു. 12 ലക്ഷം രൂപ കിട്ടി. നമ്മളുടെ അച്ഛന്മാർ പലപ്പോഴും, ഞാൻ അച്ഛന്മാരെ ഇരുത്തി കുറ്റം പറയുകയല്ല, ഈ കണ്ടത്തിൽ നിന്ന് വേറൊരു കണ്ടത്തിലേക്ക് തേവാതിരിക്കാൻ എന്തൊക്കെ സൂത്രം ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മൾ. ഞാൻ മിഷനിൽ നിന്ന് വന്നുകൊണ്ട് പറയാം, ഞാൻ 10-12 കൊല്ലമായിട്ട് മിഷനിൽ ജോലി ചെയ്ത ഒരാളാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു രാജ്യം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടേത് നമുക്ക് മാത്രം, വേറെ ആർക്കും കൊടുക്കില്ല എന്നുള്ളൊരു നിലപാട്. സിറോ മലബാർ സഭയുടെയും ഒരു പരാജയം അതാണ്. നമുക്ക് 35 രൂപതകളുണ്ട്, 13 കേരളത്തിലും 18 ഇന്ത്യക്കകത്ത്, കേരളത്തിന് പുറത്ത് 4 വെളിയിലുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു പ്രോജക്റ്റും ഒരാളുടെ സഹായം കൂടാതെ നടത്താൻ നമ്മുടെ സഭയ്ക്ക് ഞാൻ ഗവൺമെൻറ് തരണ്ടെന്നുള്ള അർത്ഥത്തിലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മുടെ കാരണവന്മാർക്ക് സാധിക്കും. നമ്മുടെ കാരണവർ അങ്ങനെയുള്ള ഒരു തറവാടിത്തം ഉണ്ടാക്കി. പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നിച്ചു നിൽക്കില്ല. ആരുടെയെങ്കിലും കാല് വലിച്ചാലേ നമുക്ക് സമാധാനമാകുള്ളൂ. അത് പാടില്ല. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ കോതമംഗലത്ത് എനിക്ക് എപ്പോഴും വരാറുണ്ട്. കാരണം പിതാവും ഞാനും സഹപാഠികളെ പോലെയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ കോതമംഗലത്ത് വന്ന ഏത് മുറിയിലാണ് കിടക്കണ്ടേന്നുള്ളത് എനിക്ക് അവർ പറയാണ്ട് തന്നെ എനിക്കറിയാം. ഇപ്പം മേജർ ആർച്ച് ബിഷപ്പ് എൻ്റെ മുറി മാറ്റിയെന്ന് തോന്നുന്നു. ഇല്ലല്ലേ, പഴയ മുറി തന്നെയാണോ? പഴയ മുറി. പാലായിലും എനിക്ക് അദ്ദേഹം എൻ്റെ സഹപാഠി, ഞങ്ങൾ കുറേ ബിഷപ്സ് അങ്ങനെ സഹപാഠികൾ. ഞാൻ പറയുന്ന അങ്ങനെയുള്ള സൗഹൃദങ്ങളുടെ ഒരു ലോകം നമുക്കുണ്ടാക്കണം. ജനപ്രതിനിധികളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ എല്ലാ നല്ല നിലപാടുകൾക്കും സഭ നിങ്ങളുടെ കൂടെ പരിപൂർണ്ണ, ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, നിങ്ങളെടുക്കുന്ന ജനകീയമായിട്ടുള്ള എല്ലാ നിലപാടുകൾക്കും മനുഷ്യനെ, പാവപ്പെട്ടവനെ, പിന്നോക്കം നിൽക്കുന്നവനെ, പരിഗണന അറിയിക്കാതെ മാറ്റി നിർത്തുന്നവനെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെടുക്കുന്ന ഏത് നിലപാടിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. വല്ലപ്പോഴൊക്കെ എന്നെ കാണാൻ നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. ഞാനിതിങ്ങനെ എല്ലാ സ്ഥലത്തും പറയുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചേ അതൊരു ഫോർമലായിട്ടൊക്കെ ആളുകൾ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചത്. ഇപ്പം അങ്ങനെയല്ല. എല്ലാ ദിവസവും 2-3 കുടുംബങ്ങൾ എന്നെ കാണാനൊക്കെ വരുന്നുണ്ട്. വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊക്രേറ്റർ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവ് ഈ പോക്ക് എവിടേക്കാ? ഞാൻ പറഞ്ഞു, സാരമില്ല, കൊടുത്തു മുടിയട്ടെ. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സഭ നിങ്ങളുടേതാണ്. മേജർ ആർച്ച് ബിഷപ്പ് ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഫീസിനും പഠിപ്പിനൊക്കെ കഷ്ടപ്പെട്ട് കളഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾ കാണാനും വായിക്കാനും അതിനെ പാലം പണിയാൻ തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണമാകാൻ ഞാൻ തയ്യാറാണ്. എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു.